അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് വെരി ക്യൂട്ടായിട്ടുള്ള ഈസി പ്രൊജക്റ്റാണ്. സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർക്ക് വേണം ചെയ്യാം, കിഡ്സിനൊക്കെ ഇത് നല്ല ഈസി ആയിട്ട് 5 മിനിറ്റ്സിലോ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് നല്ല കാണാനും രസമാണ്. എവിടെ വേണമെങ്കിൽ ഹാങ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഇഷ്ടമുള്ള കളറിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഹൂക്ക് സൈസിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഹൂക്ക് സ്റ്റിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ അറിയുന്നില്ലെങ്കിൽ ക്രോഷ്യാൻ്റെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 3 പ്ലേ ചെയ്യാനും 3.0 mm ഹൂക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാ ഞാൻ എടുക്കുന്ന അതേ തിക്നെസ് അനുസരിച്ച് നിങ്ങൾ ഹൂക്ക് എടുക്കുക. ഫസ്റ്റ് മാജിക് റിങ്. അപ്പോൾ ഏത് മെത്തേഡിൽ നിങ്ങൾക്ക് അറിയുന്ന ആ മെത്തേഡിൽ മാജിക് റിങ് ഇടാം. ഞാനിവിടെ സ്റ്റിച്ചൊന്നും കാണിച്ചു തരുന്നില്ല. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് എന്തെങ്കിലും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് സ്റ്റിച്ച് പഠിക്കാൻ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ചെയിൻ 3 1 2 and 3 ചെയിൻ ചെയ്തു. പിന്നെ ഇതേ മാജിക് റിങ്ങിൽ ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ 2 സ്റ്റിച്ച് നമുക്കുണ്ട്, 1 and 2. ഇനി ചെയിൻ 1, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, ഇനി ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ആൻഡ് ചെയിൻ 1. ഇങ്ങനെ 5 സെറ്റ്, ടോട്ടൽ 5 സെറ്റ് വേണം. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. ഞാനിപ്പോൾ തേർഡ് വൺ ഇടുന്നു. 1 and 2 and chain 1. അപ്പോൾ എനിക്ക് 3 കിട്ടി. ഫോർത്ത് വൺ 1 and 2 chain 1 and 1 and 2. ടോട്ടൽ 5th chain 1. ടോട്ടൽ 5 ആണ്. 1 2 3 4 5. പിന്നെ ഇതിനെ ഒന്നിങ്ങനെ മാജിക് റിങ്ങിനെ ക്ലോസ് ചെയ്യുക. മാജിക് റിങ് ക്ലോസ് ചെയ്യുക, ഇങ്ങനെ വലിക്കുക, ക്ലോസ് ചെയ്യുക. പിന്നെ ഫസ്റ്റത്തെ ചെയിൻ 3ൽ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇപ്പം ഞങ്ങൾ റൗണ്ട് 2. ഇനി റൗണ്ട് 2 ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ്, ഈ ഗ്യാപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റിലൊരു സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി ചെയിൻ്റെ ഗ്യാപ്പിൽ. ചെയിൻ 3 1 2 3. പിന്നെ ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. പിന്നെ 2 ഡബിൾ ക്രോഷ്യ ഇൻ സെയിം സ്പേസ്, വേറൊന്നല്ല അതേ സ്പേസിൽ. ടോട്ടൽ 4 സ്റ്റിച്ചാണ്. ഇങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് സ്പേസിൽ പോവുക. ഈ സ്പേസ് സ്കിപ്പ് ചെയ്യുക. ഈ ചെയിൻ 1 സ്പേസ് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, ഇവിടെ 2 double crochet chain 1
നെക്സ്റ്റ് ഈ ചെയിൻ ഗ്യാപ്പിനെ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ 2 ഡബിൾ ക്രോഷ്യേൻ്റെ മിഡിലായിട്ട് ആ ഗ്യാപ്പിൽ ഇതിൻ്റെ ഹെഡിലല്ല സെയിം 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ 5 സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 5 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 1 2 3 4 5. ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇവിടെ ഫസ്റ്റത്തെ ചെയിൻ 3ൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇവിടെ ചെയിൻ സ്പേസിലാണ്. അപ്പോൾ ഇനി അവിടെ പോലെ പോകാൻ നെക്സ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആ ഗ്യാപ്പിൽ. ഇപ്പം ഞാനിവിടെ എത്തി. ഇപ്പോൾ ചെയിൻ 3 1 2 and 3 ഇത് സെയിം റിപ്പീറ്റാണ്. സെയിം സ്പേസിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഇവിടെ ഇല്ല, ഇതില്ല. നെക്സ്റ്റത്തെ ചെയിൻ സ്പേസ് എവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. നെക്സ്റ്റത്തെ ചെയിൻ സ്പേസിൽ ഈ വീൻ്റെ ചെയിൻ സ്പേസിൽ നെക്സ്റ്റത്തെ സ്റ്റിച്ച് 2 ഡബിൾ ക്രോഷ്യ, 1 2 ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഇതേപോലെ എല്ലാ ഈ വീല്, ഈ സെറ്റിൻ്റെ വീല്, ഈ പീക്കിൽ ഇതേ ഇങ്ങനെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ചെയ്തുകൊണ്ടേ വരാം. ടോട്ടൽ 5 കിട്ടണം. ഇപ്പോൾ എനിക്ക് 5 സ്റ്റിച്ച് കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ചെയിൻ 3ൻ്റെ തേർഡ് സ്റ്റിച്ചിൽ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റിൽ സെയിം ആണ്. നെക്സ്റ്റിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നെക്സ്റ്റിൽ ഈ ഗ്യാപ്പ് വരെ ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇവിടെ മിഡിലായിട്ട് വന്നു. ഇനി ചെയിൻ 3 1 2 3 അതേ സെയിം സ്പേസിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 and 2 ഡബിൾ ക്രോഷ്യ വൺസ് മോർ. ഇതൊരു സെറ്റാണ് വീൻ്റെ. അപ്പോൾ നെക്സ്റ്റ് ഈ സ്പേസിൽ ചെയിൻ സ്പേസിൽ സെയിം റിപ്പീറ്റ് ചെയ്യുക. ഈ റോ 3നെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 and 2 ഡബിൾ ക്രോഷ്യ. ഇത് 5 സെറ്റ് കിട്ടണം ടോട്ടൽ. അപ്പോൾ ഫസ്റ്റ് ചെയിനിൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. പിന്നെ നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച്, സെയിം മിഡിലേക്ക് വരാം, സ്ലിപ്പ് സ്റ്റിച്ച് വൺസ് മോർ. ഓക്കെ, ഇപ്പോൾ ഞാൻ മിഡിൽ വന്നു. ചെയിൻ 3 1 2 3. ഇത് ഞങ്ങളെ ലാസ്റ്റ് റൗണ്ടാണ്. ഇത് ക്വിക്കാണ്, ഈസി ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തീർന്നു. ഓക്കെ, ലാസ്റ്റ് റൗണ്ടിൽ ഇനി ഇതിൽ 6 മോർ ഡബിൾ ക്രോഷ്യ, ഇതേ സ്പേസിൽ 6 ഡബിൾ ക്രോഷ്യ ഇടാം. ഓക്കെ, ഞാൻ കാണിക്കാം. 1 2 3 4 5 and 6. ഇപ്പോൾ ഒരേ ഈ സ്പേസിൽ 6 ഡബിൾ ക്രോഷ്യ ഇട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷെല്ല് കിട്ടി. അതിൻ്റെ ഇപ്പോൾ ഈ സ്പേസിൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഈ സ്പേസിൽ, ഈ ഗ്യാപ്പ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ഇടാം. ഓക്കെ, ഈ സ്പേസിൽ ഈ വീൻ്റെ ഈ സ്പേസിൽ 7 ഡബിൾ ക്രോഷ്യ, 1 2
3 4 5 6 and 7. ഇപ്പോൾ നെക്സ്റ്റ് ഈ സ്പേസിൽ നെക്സ്റ്റത്തെ ഈ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ഇത് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ 7 ഡബിൾ ക്രോഷ്യ, ഈ ഗ്യാപ്പിൽ ഇവിടെ സിംഗിൾ ക്രോഷ്യ, അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എൻ്റെ 5 സെൽ സ്റ്റിച്ച് കഴിഞ്ഞു. എല്ലാത്തിൽ 7 7 ഇട്ടു. നമ്മൾ 5 സെൽ സ്റ്റിച്ച് കഴിഞ്ഞു. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇപ്പോൾ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ ഇവിടെ ആയിട്ട് വരും. ഇവിടെ സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇതിൻ്റെ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഇത് ഞങ്ങളെ ബെൽ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹാങ്കിങ് ആണ്. ഹാങ്കിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേ സെയിം കളർ ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ. അപ്പോൾ ഞങ്ങൾ ഇനി ചെയിൻ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 40 ചെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുത് വേണോ അത്ര ചെയ്താൽ മതി. നോർമലി ഒരു 40 ചെയിൻ ചെയ്യാനാണ് ഇവിടെ. ഓക്കെ ഓക്കെ, ചെയിൻ 1 2 3 4 ഇങ്ങനെ 40 ചെയിൻ കഴിഞ്ഞു. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ എടുത്തിട്ട് ലോങ് വലിക്കുന്നു, എൻ്റെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിനെ അതിൽ ബെല്ലിലേക്ക് ഹാങ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഹൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മറിച്ചിട്ട് ഈ ഫസ്റ്റത്തെ ഈ മിഡിലായിട്ടുള്ള മാജിക് റിങ്ങിനെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു നോട്ട് ഇടാം. മാജിക് റിങ്ങിൻ്റെ ഇങ്ങനെ ഒരു നോട്ട് ഇടാം. ഓക്കെ, ടൈറ്റ് ചെയ്തു. പിന്നെ ഇതിനെ ഹൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതും ഹൈഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഇടാന്ന് കാണിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഈ രണ്ടിനെ മിഡിലായിട്ട് പിടിക്കുക. ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഒരു നോട്ട് ഇടാം. ഒരു നോട്ട് ഇടാം. അതിന് ശേഷം ഇതിൻ്റെ മിഡിലിൽ ഞാൻ ഈ ഹൂക്കിനെ ഇടുന്നു. പിന്നെ ഈ ഹൂക്കിനെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ അകത്തേക്ക് വലിക്കുന്നു, അകത്തുനിന്ന് പുറത്ത് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഹാങ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു നോട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഇതിനെ ടച്ചായിട്ടൊരു നോട്ട് ഇടാം. നോട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ വിരലിലേക്ക് ഇങ്ങനെ ചുറ്റാം. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ ടച്ച് ഇങ്ങനെ പിടിക്കുക. ഇത് ഞങ്ങൾക്ക് അടുത്തായിട്ട് വേണം. ഇതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചാൽ മതി. സോ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ബെല്ല് കഴിഞ്ഞു. ഇത് വെരി ഈസിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. താങ്ക് യു.